ഇത് ഒരു നദിയുടെ കഥയാണ്. ഒരു സംസ്കാരത്തിന്റെ, ഒരു ദേശത്തിന്റെ ഒത്തിരി നീണ്ട കഥ. കഥ പറയുന്നത് ഞങ്ങളല്ല, ഒരു മഹാചരിത്രത്തിന്റെ പ്രതാപങ്ങൾക്കും പ്രചലനങ്ങൾക്കും മൂകസാക്ഷിയായി ഒഴുകുന്ന മഹാനദി തന്നെയാണ്. യവനകാവ്യങ്ങളിലും മിത്തുകളിലും പരാമർശിക്കപ്പെടുന്ന കിള്ളാനദി. അതെ, കിള്ളാനദി കഥ പറയുന്നു. വൻകരകളും മഹാസമുദ്രങ്ങളും താണ്ടി കൊച്ചു കേരളത്തിന്റെ ഇങ്ങേയറ്റത്തെത്തുമ്പോൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന കുന്നിൻ ചെരുവുകളോടും കാലത്തിനൊപ്പം ഒഴുകി നീങ്ങുന്ന മഹാനദിയോടും അതിർത്തി പങ്കിടുന്നൊരു ഹരിതഭൂമി കാണാം. മായാത പച്ചപ്പുകൾക്കും ശാന്തതയ്ക്കും പുകൾപെറ്റൊരു നാട് തിരുവട്ടൂർ. തളിപ്പറമ്പിൽ നിന്നും 12 കിലോമീറ്റർ ദൂരം കരമാർഗം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. തിരുവട്ടൂരെന്ന പേരിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവട്ട ഊര് എന്നീ പദങ്ങൾ ലോപിച്ചാണ് തിരുവട്ടൂരുണ്ടായത്. തിരു എന്നാൽ പുണ്യമാക്കപ്പെട്ടത്, ബഹുമാനമുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. വട്ട ഊര് എന്നാൽ ഭൂമി ശാസ്ത്രപരമായിട്ടുള്ള നമ്മുടെ നാടിന്റെ പ്രകൃതിയെ കുറിക്കുന്നു. മലനിരകളാൽ ചുറ്റപ്പെട്ട നാടിന് പഴമക്കാർ വട്ടയൂര് എന്ന് പേര് നൽകി. വട്ടയൂര് പിന്നീട് തിരുവട്ടൂരായതിന് പിന്നിലും കഥകളുണ്ട്. 13 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യമനിലെ ഹദറുൽ മൗത്തിൽ നിന്നും മതപ്രബോധനത്തിനായി ഇവിടെ എത്തിയ 2 പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമിയാണിതെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് തിരുവട്ടൂരെന്ന പേരുണ്ടായത്. ആദ്യകാലത്ത് വനനിബിഡമായ പ്രദേശമായിരുന്നു ഇവിടം. കാർഷിക ആവശ്യങ്ങൾക്കായി ജനങ്ങൾ കുടിയേറി പാർക്കുവാൻ തുടങ്ങിയപ്പോൾ ഇത് മലബാറിലെ മുഖ്യ ജനവാസ കേന്ദ്രങ്ങളിലൊന്നായി മാറി. ജനവാസ കേന്ദ്രങ്ങളിൽ ജന്മിത്വവും അതിജീവനവും വെല്ലുവിളിയായി മാറി. മഹാശിലായുഗ സംസ്കാരത്തിനു ശേഷം കടന്നുവന്ന ആര്യവൽക്കരണത്തോടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന്റെ സർവ മേഖലകളും പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങി. ഭരണ സംവിധാനങ്ങൾക്ക് രൂപം നൽകപ്പെടുകയും സാമൂഹ്യ വർഗങ്ങൾക്ക് ആരംഭം കുറിക്കുകയും ചെയ്യുന്നത് ഈ കാലത്താണ്. നാടിന്റെ അരികിലൂടെ ഒഴുകുന്ന കുപ്പം പുഴ തന്നെയായിരുന്നു തിരുവട്ടൂരിന്റെ ചരിത്രത്തിന് ദശാസന്ധി പകരുന്നത്. ഇസ്ലാമിന്റെ ആവിർഭാവകാലത്തു തന്നെ മലബാറിൽ ഇസ്ലാമിന്റെ വെന്നിക്കൊടി പാറിയിരുന്നെങ്കിലും മാലിക് ദീനാറിന്റെ ദീനി പ്രബോധന കാലത്തായിരുന്നു ഇവിടങ്ങളിൽ ഇസ്ലാമിക വൽക്കരണം പൂർണ്ണമാകുന്നത്. മൂഷിക വംശ രാജാക്കന്മാരുടെ പടയോട്ടവും ഇവിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. തിരുവട്ടൂർ ക്ഷേത്ര ശാസനത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഇരാമൻ ചേമാനി മൂഷിക വംശത്തിലെ 109ാമത്തെ രാജാവായ ജയമാനിയാണെന്ന് പണ്ഡിതന്മാർ കരുതുന്നു. തിരുവട്ടൂരിനെ ഉമറാക്കളുടെയും ഉലമാക്കളുടെയും സ്വന്തം നാടെന്നായിരുന്നു ചരിത്രകാരന്മാർ വിശേഷിക്കുന്നു. ഇത് കുപ്പംപുഴ. 100ലേറെ ബോട്ടുകൾ ദിനം പ്രതി സർവീസ് നടത്തിയിരുന്ന മഹത്തായൊരു ജലഗതാഗത പാതയായിരുന്നു കുപ്പംപുഴ. കുപ്പം എന്നാൽ കാട് എന്നർത്ഥം. കർണാടകയിലെ കൂർഗിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുപ്പം പുഴയുടെ ആകെ നീളം 82 കിലോമീറ്ററാണ്. വളവട്ടണം പുഴയുമായി ചേർന്ന് അറബിക്കടലിൽ പതിക്കുന്ന ഈ മഹാനദിയെ കേരള ക്ഷേത്ര മഹാത്മ്യത്തിൽ കിള്ള എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ആർക്കിടെക്ചർ രീതിയിൽ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ട കുപ്പം പാലം 1958 അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ടി.എ. മജീദാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് പുഴയോളം പ്രസിദ്ധമാണ് കുപ്പം പാലവും. ഇതിലൂടെ ദേശീയപാത കടന്നുപോകുന്നു.
ഇത് തിരുവട്ടൂർ ജുമാ മസ്ജിദ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ ആരാധനാ ആലയത്തിന്. 16-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ പള്ളിയുടെ നിർമ്മാണം നടന്നിരുന്നതായി ചരിത്ര രേഖകളിൽ കാണാം. ഇന്നും പഴമയുടെ പ്രൗഢി നിലനിർത്തി അപൂർവം ചില മസ്ജിദുകളിൽ ഒന്നാണ് ഇത്. എത്ര കണ്ടാലും മതിവരില്ല മസ്ജിദിന്റെ നിർമ്മാണ ഘടന. പൂർണ്ണമായും ഭാരതീയ വാസ്തുശാസ്ത്രമനുസരിച്ച് നിർമ്മിക്കപ്പെട്ട മസ്ജിദിന്റെ നിർമ്മാണകാലത്ത് മലബാറിൽ അറേബ്യൻ വാസ്തുശാസ്ത്രമറിയുന്നവർ ഉണ്ടായിരുന്നില്ല. താനിക്കൽ, കരയറ്റ, കോലരറ്റ, കറ്റിട്ട എന്നിങ്ങനെ പേരിലുള്ള മുസ്ലിം കുടുംബങ്ങളായിരുന്നു മസ്ജിദിന്റെ ആദ്യകാല സംരക്ഷകർ. പിന്നീട് ഇത് 10-ലേറെ വരുന്ന തറവാട്ടു കാരണവന്മാരുടെ പരിധിയിലും ഇപ്പോൾ തിരുവട്ടൂർ ജമാഅത്ത് കമ്മിറ്റിയുടെ അധികാരത്തിലുമായി. തിരുവട്ടൂർ ആദ്യകാല മതവൈജ്ഞാനിക കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. 60കളിൽ വാണിയമ്പലത്തെയും കൂറ്റനാടിനെയും പങ്കെടുപ്പിച്ച് സുന്നി യുവജന സംഘത്തിന്റെ മഹാസമ്മേളനവും ഇവിടെ നടത്തിയിരുന്നു. CP ഉസ്താദും MC ഉസ്താദും അടങ്ങുന്ന പണ്ഡിത സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ മണ്ണിന് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. തിരുവട്ടൂർ ജുമാ മസ്ജിദിന്റെ പടിവാതിക്കലുള്ള കല്ലക്കയർ ഏറെ പ്രസിദ്ധമായിരുന്നു. നാട്ടുമുഖ്യന്മാർ ഒന്നിച്ചുകൂടി തീരുമാനമെടുത്തിരുന്ന പള്ളി വാതിക്കലുള്ള കല്ലക്കയർ പിടിച്ച് കള്ളം പറയുന്നവന് മാരകരോഗം പിടിപെടുമെന്നാണ് വിശ്വാസം. ഇതിലൂടെ കളവ് തെളിയിക്കലും ആഗ്രഹ സാഫല്യവും പതിവായിരുന്നു. തിരുവട്ടൂർ ജുമാ മസ്ജിദിന്റെ അരികിലായിട്ടുള്ള പള്ളിക്കുളവും കിണറും കൊടും വേനലിൽ പോലും പറ്റിയിരുന്നില്ല. ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിൽ ഇന്ന് ജമാഅത്ത് ഹൈസ്കൂളും ഹിദായത്തുൽ സിബിയാൻ മദ്രസയുമുണ്ട്. ഇത് തിരുവട്ടൂർ മഖാം. മനഃശാന്തിയും രോഗശമനവും തേടി ആയിരങ്ങളാണ് ഓരോ വർഷവും മഖാം സന്ദർശിക്കുന്നത്. നബിയുടെ സഹാബത്തിൽപ്പെട്ട പുണ്യാത്മാക്കൾ തന്നെയാണ് നാടിന്റെ സർവ ഐശ്വര്യങ്ങൾക്കും നിദാനം. ഇന്ന് മഖാം